അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. സർവാധരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ അടുത്ത് നമ്മുടെ എല്ലാം വാട്സപ്പുകളിൽ ഒരു സന്ദേശം പ്രചരിച്ചിരുന്നു. മീഷോ എന്ന ഒരു പ്രമുഖ കമ്പനി തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്തയോടുകൂടെ ഒരു ലിങ്ക് അടങ്ങിയ സന്ദേശം. നമ്മിൽ പലരും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അതിൽ കയറി നോക്കുകയും ചിലരെല്ലാം തങ്ങളുടെ അടുത്തെത്തിയ ഉടനെ തന്നെ പറ്റാവുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയും കഴിയാവുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അത് ഒരു തട്ടിപ്പായിരുന്നെന്ന്. സാധാരണ നമുക്കിടയിൽ പ്രചരിക്കുന്നത് പോലെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തുക എന്ന, അതല്ലെങ്കിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക എന്ന അതുപോലെയുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങളുടെ കൂട്ടത്തിലെ ഒന്നായിട്ട് അത് മാറുകയുണ്ടായി. ഈ ഒരു ലിങ്ക് എടുത്തുകൊണ്ട് ജിമിനിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞത്, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു വ്യാജ സന്ദേശമാണെന്ന്. തുടർന്ന് പറയുന്നുണ്ട്, മീഷോയുടെ ഔദ്യോഗിക ആപ്പിലോ വെബ്സൈറ്റിലോ ഒന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരവും വന്നിട്ടില്ലെന്നും ഇത്തരത്തിലൊരു വാർത്ത അവർ പ്രചരിപ്പിച്ചിട്ടില്ലെന്നും മാത്രവുമല്ല, ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്, തങ്ങളുടെ ഉപഭോക്താക്കൾ അതിൽ വഞ്ചിതരാകരുതെന്ന് മീഷോ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. സമാനമായ രീതിയിൽ ഒരുപാട് വ്യാജ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്താറുണ്ട്. കുറഞ്ഞ സമയം ജോലി ചെയ്ത് ദിവസവും 5000 രൂപ വരെ സമ്പാദിക്കാമെന്നും, ലിങ്കിൽ കയറിയാൽ തന്നെ നറുക്കെടുപ്പിലൂടെ കാറ് സ്വന്തമാക്കാമെന്നും, പ്രധാനപ്പെട്ട സിം കമ്പനികളുടെ ലേബലിൽ വളരെ തുച്ഛമായ വിലയിൽ റീചാർജ് ചെയ്യാൻ സാധ്യമാണെന്നും പറയുന്ന ഒരുപാട് വ്യാജ സന്ദേശങ്ങൾ. എന്നാൽ ഇത്തരം വാർത്തകളുടെ വസ്തുതകൾ തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. അതിന് മനുഷ്യനെ സഹായിക്കാൻ പ്രധാനപ്പെട്ട ഒരു ചുവട് വെക്കുന്നതിന് നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. വാർത്തകളുടെ കുത്തൊഴുക്കിനിടയിൽ സത്യം കണ്ടെത്താൻ ജനങ്ങൾ വല്ലാതെ പ്രതിസന്ധി നേരിടുമ്പോൾ അതിൻ്റെ കൂടെ AI നിർമ്മിതമായ സന്ദേശങ്ങൾ കൂടി പ്രചരിക്കുക എന്നത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിന് കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഒരു പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ വലിയ ചർച്ചയാണ്. ഡീപ്പ് ഫേക്ക് പോലത്തെ സിന്തറ്റിക് കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ മറികടക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ പൊളിച്ചെഴുതാനുമുള്ള ഒരു സാധ്യതയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൂട്ടി കാണുകയുണ്ടായി. ഇത്തരത്തിൽ പ്രചരിക്കുന്ന പല വ്യാജ വാർത്തകളും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സമാധാനവും ഐക്യവും അക്ഷരാർത്ഥത്തിൽ തകർക്കപ്പെടുന്നുണ്ട്. ദുരുദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സാമൂഹിക ജീർണത മുന്നിൽ കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾക്ക് അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിലെത്താൻ വളരെ എളുപ്പമാണ്. വംശീയ വിരുദ്ധതയും മനുഷ്യാവകാശങ്ങളും ഉയർത്തിക്കാണിച്ചുകൊണ്ട് വ്യാജമുഖം മൂടി ധരിച്ച പല ടെക് കമ്പനികളും ഇസ്രായേൽ ഫലസ്തീനെതിരെ അധിനിവേശം നടത്തിയപ്പോൾ, വംശഹത്യ നടത്തിയപ്പോൾ
അവർക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷൻ പോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫാക്ട് ചെക്കിങ്ങിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും. സംശയാസ്പദമായ ഉള്ളടക്കങ്ങളെ തിരിച്ചറിയാനും അതുവഴി മനുഷ്യൻ ചെയ്യുന്ന മണിക്കൂറുകളോളം എടുത്ത് ചെയ്യേണ്ട പല പ്രവർത്തികളും ഞെട്ടിക്കുന്ന വേഗതയിലും സൂക്ഷ്മതയിലും തീർത്തു തരാനും സത്യത്തെ വിളിച്ചു പറഞ്ഞു തരാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുന്നുണ്ട്. എയുടെ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്ത രീതികളിലുണ്ട്. അതിൽ പ്രധാനമാണ് പ്രചരിക്കുന്ന വാർത്തയുടെ ഉറവിടത്തെ കണ്ടെത്തുക എന്നത്. ഒരു വാർത്ത പ്രചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യമുണ്ടോ, സാമ്പത്തിക ചൂഷണം അവർ അതിൻ്റെ പിന്നിൽ കാണുന്നുണ്ടോ പോലെയുള്ള ഉദ്ദേശങ്ങളെ കണ്ടെത്താൻ പ്രചരിക്കുന്ന വാർത്തയുടെ ഉറവിടത്തെ മനസ്സിലാക്കുക വഴി സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ സൈറ്റുകളുമായിട്ട് അതല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ സ്രോതസ്സുകളുമായിട്ട് ഒത്തുനോക്കുക വഴി പ്രചരിക്കുന്ന വാർത്തയുടെ ആധികാരികത ഉറപ്പുവരുത്താൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളുടെ സത്യം കണ്ടെത്തുന്നതിൽ, സത്യാന്വേഷണത്തിൽ വലിയ സഹായിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലനിൽക്കുമ്പോൾ തന്നെയും ഒരുപാട് പരിമിതികൾ എഐയുടെ ഫാക്ട് ചെക്കിങ്ങിൽ നിലനിൽക്കുന്നുണ്ട്. 100% വ്യാജമല്ലാത്തതും അർദ്ധസത്യങ്ങളടങ്ങിയതുമായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചെടുക്കുക എന്നതൊരൽപ്പം പ്രയാസമാണ്. ഡീപ്പ് ഫേക്ക് പോലത്തെ മൾട്ടി കണ്ടന്റുകൾ അടങ്ങിയ വാർത്തകളിൽ നിന്ന് സത്യത്തെ അരിച്ചെടുക്കാൻ ഒരൽപ്പം പാടുപെടേണ്ടി വരും. എല്ലാ ഭാഷാ തടസ്സങ്ങളെ മുഴുവനും ഞങ്ങൾ മറികടക്കുമെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവകാശപ്പെടുമ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് സത്യം കണ്ടെത്തുന്നത് പോലെയല്ല പ്രാദേശികമായ സംസാര ഭാഷയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് സത്യത്തെ കണ്ടെത്തണമെങ്കിൽ അതിന് കുറച്ചുകൂടെ പ്രാക്ടീസ് ആവശ്യമാണ്. യൂണിറ്റി സ്ട്രെങ്ത് എന്ന പദത്തിന് ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്ന പ്രാദേശിക വാക്മാറ്റം നടത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുമോ എന്ന അർത്ഥവത്തായ ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ ബാക്കിയായി നിലനിൽക്കുന്നുണ്ട്. വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പറന്നു വരുന്ന ഒരു അപ്പൂപ്പൻ താടി കാണുന്ന സമയത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പദം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അത് തരുന്ന വാക്കുമാറ്റം യഥാർത്ഥത്തിൽ ഗ്രാൻഡ് പാസ് ബേർഡ് അഥവാ മുത്തച്ഛനും താടിയും എന്ന രണ്ടർത്ഥം തരുമ്പോൾ അതിന് അപ്പൂപ്പൻ താടിയാണ് ഞങ്ങളുടെ പ്രാദേശിക ഭാഷ എന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രയാസമാണ്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പരിമിതികളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും കലാത്മകമായ കഴിവുകളും സർഗാത്മകമായ കഴിവുകളും ബൗദ്ധികമായ ഉൾക്കാഴ്ചയും വെച്ചു പുലർത്തുന്നതിൽ മനുഷ്യനെ അതിജയിക്കുക എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രയാസമാണെന്ന് ചോംസ്കിയുടെ നിരീക്ഷണത്തെ, ഈയൊരു സത്യത്തെ ഒരല്പകാലം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറികടക്കുമെന്ന് ഒരുപാട് വിദഗ്ധർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർത്തയുടെ സത്യം കണ്ടെത്തുന്ന സമയത്ത് വിവരങ്ങൾ തരുന്നത് നിർമ്മിത ബുദ്ധിയാണെങ്കിലും അതിൻ്റെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.